ഭഗവത് സ്വരൂപത്തെ 3 തരത്തിൽ ഭാഗവതത്തിൽ വർണ്ണിക്കുന്നു. ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ. ഭക്തന്മാരായ ആളുകൾ ഭഗവാൻ എന്നാണ് പല സമയങ്ങളിലും ആ ബ്രഹ്മത്തിനെ പറയുക. ഭഗവാന്റെ സ്വരൂപത്തിനെ 2 തരത്തിൽ ആളുകൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. ഒന്ന് ശബ്ദബ്രഹ്മം. ശബ്ദബ്രഹ്മസ്വരൂപത്തിലുള്ള ഭഗവാൻ. ഇപ്പോൾ ഭാഗവതം ഒക്കെ ശബ്ദബ്രഹ്മത്തിൽ ആണ് ആ ഭഗവാനെ നമുക്ക് കാണിച്ചു തരുന്നത്. തേനേയം വാഗ്മയി മൂർത്തി പ്രത്യക്ഷ ഏന വർത്തതേ. വാക്കുകളെ കൊണ്ട്, അക്ഷരങ്ങളെ കൊണ്ട് നിർമ്മിച്ചതായ ഭഗവാന്റെ സ്വരൂപമാണ് ശ്രീമദ് ഭാഗവതം. വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അക്ഷരത്തിൻ്റെ പ്രവാഹം. അക്ഷരങ്ങൾ പ്രവഹിക്കുമ്പോൾ അത് സരസ്വതിയായിട്ട് തീരുന്നു. ആ സരസ്വതി പ്രവാഹം കേൾക്കുന്നവരുടെ കാതിൻ്റെ അടുത്ത് എത്തിച്ചേരുമ്പോൾ അത് വാക്കായിട്ട് തീരുന്നു. ആ വാക്ക് എത്രത്തോളമാണോ ഒരു ഉപാസകന് ചിത്തശുദ്ധി വന്നത്, ആ ഭഗവത് സ്വരൂപം തൻ്റെ ആ ചിത്തത്തിൽ തെളിഞ്ഞ് കാണുന്നു. അപ്പോൾ ഭഗവത് അനുഗ്രഹം ഉള്ള ഒരാൾക്ക് ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും ആ ഭഗവാനെ അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നു. തൻ്റെ ഉള്ളിൽ തന്നെയാണ് സാക്ഷാൽ ഭഗവാൻ ഇരിക്കുന്നത്. ആ ഈശ്വരനെ അനുഭവിക്കുവാൻ ശബ്ദബ്രഹ്മ സ്വരൂപത്തിലുള്ള ഈ ശ്രീമദ് ഭാഗവതത്തെ ഉപാസിക്കാം. 335 അധ്യായമാണ് ഭാഗവതത്തിന്. 18,000 ഗ്രന്ഥമാണ്. 10 ലക്ഷണമാണ് ഭാഗവതത്തിനുള്ളത്. 12 സ്കന്ധങ്ങളാണ് ഭാഗവതത്തിന്. ഈ ഭാഗവതത്തിൽ അനവധി പദങ്ങളുണ്ട്. ഒരു വൃക്ഷത്തിൽ എത്ര ഇലകളാണോ അതേപോലെ വേദമാകുന്ന കൽപ്പവൃക്ഷമാകുന്ന ഈ ശ്രീമദ് ഭാഗവതത്തിൽ ആ വൃക്ഷത്തിൻ്റെ ഇലകളെപ്പോലെ അനവധി പദങ്ങൾ, ശ്ലോകങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വൃക്ഷത്തിൻ്റെ ഓരോ കൊമ്പുകളെപ്പോലെ അനവധി സ്കന്ധങ്ങൾ, പ്രത്യേകിച്ച് 12 സ്കന്ധമാണ് ഈ ശ്രീമദ് ഭാഗവതത്തിന്. ഓരോ സ്കന്ധത്തിനും ഓരോ ലക്ഷണങ്ങളെ വർണ്ണിക്കുന്നു. പ്രത്യേകിച്ച് 10 ലക്ഷണം ഭാഗവതത്തിന് സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതി, മന്വന്തരം, ഈശാനുകഥ, നിരോധം, മുക്തി, ആശ്രയം. ഇങ്ങനെ 10 ലക്ഷണമാണ് ഭാഗവതത്തിന്. ഇപ്പോൾ 10 ലക്ഷണത്തോടു കൂടിയ ഈ ശ്രീമദ് ഭാഗവതം അത് അനവധി ശ്ലോകങ്ങളാണ്. 18,000 ശ്ലോകങ്ങൾ. ഇപ്പോൾ 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനവധി എന്നെടുത്താൽ മതി. 18,000 ശ്ലോകം. ഇപ്പോൾ ഒരു ശ്ലോകം എന്ന് പറഞ്ഞാൽ 32 അക്ഷരം. ഇപ്പോൾ 32 അക്ഷരങ്ങളെ കൊണ്ടുള്ള 18,000 ശ്ലോകങ്ങളെ കൊണ്ട് നിർമ്മിച്ചതായ അക്ഷര ബ്രഹ്മ സ്വരൂപമാണ് ഈ ശ്രീമദ് ഭാഗവതം. മറ്റൊരു ഭഗവാന്റെ സ്വരൂപം ഭക്തന്മാർ മൂർത്തി സ്വരൂപത്തിൽ ഭഗവാനെ കാണുന്നു. രൂപത്തോടു കൂടിയ ആ ഭഗവാനെ ദേവകി വസുദേവന്മാർ എപ്രകാരമാണോ തൻ്റെ മുന്നിൽ ആ ഭഗവാനെ കണ്ടത്, ആവിരാസീത് യഥാ പ്രാച്യാം ദിശി ഇന്ദുരിവ പുഷ്കല. പുഷ്കലനാണ് ഭഗവാൻ. 16 കലകളോടുകൂടിയ സാക്ഷാൽ ഭഗവാൻ. പരിപൂർണനാണ് ഭഗവാൻ. മാധുര്യ ധുര്യാതപി. ഭഗവാന്റെ സ്വരൂപത്തിനെ ഭട്ടതിരിപ്പാട് വർണ്ണിക്കുന്നു. മാധുര്യം, മധുരമാണ് ഭഗവാൻ. രസത്തിൽ പരമമായിരിക്കുന്ന രസം മധുരമാണ്. അപ്പം ഏതിൻ്റെയും ധുര്യമാണ് എന്ന് പറയും. മാധുര്യ ധുര്യം അല്ലേ? മാധുര്യം, മധുരമുള്ളത്. അതിൻ്റെ പിന്നാലെ പോവാനാണ് എല്ലാവർക്കും ഇഷ്ടം. അത് കിട്ടിക്കഴിഞ്ഞാൽ മധുരായി, അത് കിട്ടിക്കഴിഞ്ഞാൽ മധുരമായി, അത് കണ്ടു കഴിഞ്ഞാൽ മധുരമായി, അത് ആസ്വദിച്ചു കഴിഞ്ഞാൽ മധുരമായി, അത് കഴിച്ചു കഴിഞ്ഞാൽ മധുരമായി. അപ്പം മാധുര്യ ധുര്യാത് അപി. ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഈ ലോകത്തിൻ്റെ മധുരം അത് എത്രത്തോളം അറിഞ്ഞതായിരിക്കുന്ന ആളുകളാണോ, എന്നാൽ ഈ ഭഗവാന്റെ മധുരത്തിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ നിസ്സാരമായിട്ട് മാറുന്നു.
സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ എപ്രകാരമാണോ നക്ഷത്രങ്ങളുടെ പ്രഭ കുറയുന്നത്, ആകാശത്ത് നക്ഷത്രം ഇല്ലായിട്ടാണോ? അതല്ല. പക്ഷെ സൂര്യൻ അങ്ങോട്ട് ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കില്ല. ഇതേപോലെ ഈ ലോകത്ത് കുറേ അനുഭവിക്കുവാനുള്ള, സന്തോഷിക്കുവാനുള്ള വസ്തുക്കളുണ്ട് എന്ന് വിചാരിച്ച് ഇതിൻ്റെ പിന്നാലെ ഓടിപ്പോയി അവസാനം ഭഗവത് ആനന്ദം അനുഭവിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും, വേണ്ടല്ലായിരുന്നു, ഇതിൻ്റെ പിന്നാലെ ഓടിപ്പോണ്ടല്ലായിരുന്നു. മാധുര്യ ദുര്യാദപി. അങ്ങനെ ദേവകി വസുദേവന്മാര് തൻ്റെ മുന്നിൽ അങ്ങനെ കണ്ട സാക്ഷാൽ ഭഗവാൻ ചന്ദ്രകിരണങ്ങൾ പൊഴിക്കുന്ന തിരുനഖങ്ങളോടുകൂടി പീതാംബരപ്പെട്ടുടുത്ത് അരയിൽ വലിയതായ സ്വർണ്ണാഭരണമൊക്കെ ചാർത്തി വനമാലയണിഞ്ഞ് ശംഖചക്ര ഗദാധാരിയായി കാരുണ്യ കടാക്ഷം പൊടിക്കുന്ന തൃക്കണ്ണുകളോടുകൂടി സ്വർണത്തിൻ്റെ കിരീടമൊക്കെ ധരിച്ച് മുന്നിലങ്ങനെ നിൽക്കുന്ന സാക്ഷാൽ ഭഗവാൻ, ഈ ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ ദേവകി വസുദേവന്മാർക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഏത് രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ ഉപാസിക്കാം. ഭഗവാന്റെ കയ്യിലുള്ള ശംഖ് സാധാരണ ഒരാൾക്ക് ഒരു ശംഖ് പോലെയാണ് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ ജ്ഞാനികളായിരിക്കുന്ന ആളുകൾക്ക് ആ ശംഖിൽ നിന്ന് ജ്ഞാനമാണ് ഉണ്ടാകുന്നത്. ദുഃഖം അനുഭവിക്കുന്നതായ ഒരാൾക്ക് ഭഗവാന്റെ കയ്യിലുള്ള ഈ ശംഖ് കാണുന്ന സമയത്ത് വിഷാദം ശമയന്നിവ, അവരുടെ വിഷാദങ്ങൾ മുഴുവനും ഇല്ലാതായിട്ട് തീരുന്നു. പല ആളുകളുടെ അടുത്തുനിന്ന് തനിക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ഭഗവാന്റെ കയ്യിലുള്ള ചക്രം കാണുന്ന സമയത്ത് എന്നെ രക്ഷിക്കാൻ എല്ലാ സമയത്തും ചക്രവും എടുത്ത് വരുന്ന ഭഗവാൻ എൻ്റെ കൂട്ടത്തിലുണ്ട്. ഇങ്ങനെ ശംഖചക്ര ഗദാധാരിയായി സാക്ഷാൽ ഭഗവാൻ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ധർമാർത്ഥ കാമമോക്ഷങ്ങളെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരു ഭക്തൻ ഈ ലോകത്തിലൂടെ സഞ്ചരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവിധ ധർമ്മത്തിനെയും അർത്ഥത്തിനെയും കാമത്തിനെയും പ്രദാനം ചെയ്യാൻ ഞാൻ തന്നെ നിങ്ങളുടെ മുന്നിൽ ഉണ്ട് എന്നുള്ള ഭാവത്തോടുകൂടി സാക്ഷാൽ ഭഗവാൻ ശംഖചക്രഗദാധാരിയായി ഭക്തന്മാരുടെയൊക്കെ മുന്നിലത എത്തിച്ചേരുന്നു. ഇങ്ങനെ രണ്ട് സ്വരൂപത്തിനെ ശ്രീമദ് ഭാഗവതത്തിലൂടെ ഭഗവാൻ തന്നെ വർണ്ണിക്കുന്നുണ്ട്. സ്വേച്ഛയ, തൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഭഗവാൻ സ്വരൂപം സ്വീകരിക്കുന്നത്. തനിക്ക് എന്ത് സ്വരൂപം സ്വീകരിക്കണം എന്ന് ആഗ്രഹമുണ്ടോ അതാത് സ്വരൂപം. സത്യത്തിൽ ഈ സ്വരൂപത്തിനെ ആരാ തീരുമാനിക്കുന്നത്? ഭക്തന്മാരാണ്. ഭക്തന്മാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഭഗവാൻ ഉണ്ണിക്കണ്ണനായി, ഗോപാലനായി അവരുടെ അടുത്തേക്ക് ഇതാ എത്തിച്ചേരുന്നു. അങ്ങനെ സാക്ഷാൽ ഭഗവാൻ അവതരിച്ചതായ അനവധി അവതാരങ്ങൾ ഈ ലോകത്ത് ദുഷ്ടന്മാരങ്ങനെ ഉയർന്നുയർന്നു വരുന്ന സമയത്ത് എല്ലാവിധ ധർമ്മത്തിനെയും പുനഃസ്ഥാപിക്കാൻ ഞാൻ തന്നെ ഈ ലോകത്ത് എത്തിച്ചേരും എന്നുള്ള രീതിയിൽ എത്രയെത്ര അവതാരങ്ങളാ ഭഗവാൻ സ്വീകരിച്ചത്. ഇങ്ങനെ കാരുണ്യമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ അനുഭവിക്കാൻ ആണ് നമുക്ക് പഞ്ച ഇന്ദ്രിയങ്ങൾ ഭഗവാൻ തന്നത്. കണ്ണായാലും കാതായാലും മൂക്കായാലും നാവായാലും ത്വക്കായാലും. ഇതുകൊണ്ടൊക്കെ ഈ ഭഗവാനെ വേണ്ട രീതിയിൽ ഉപാസിക്കൂ. ഭഗവാന്റെ തിരുനാമം ജപിക്കുന്ന സമയത്താണ് ആനന്ദം ഉണ്ടാവുന്നത്. കണ്ടുകൊണ്ട് ഭഗവാനെ കാണുന്ന സമയത്താണ് ആനന്ദം ഉണ്ടാവുന്നത്. അതാണ് ഭക്തന്മാരുടെ പ്രത്യേകത. അവര് ഈശ്വര കാര്യങ്ങൾ മനസ്സിലേക്ക് എങ്ങനെ ചിന്തിക്കുമ്പോൾ ഭഗവാന്റെ അടുത്തുനിന്ന് കിട്ടിയ ഓരോ അനുഗ്രഹത്തിനെയും ജീവിതത്തിൽ അനുഭവിച്ചറിയുമ്പോൾ അവർക്ക് ആനന്ദമുണ്ടാവുന്നു, സന്തോഷം ഉണ്ടാവുന്നു, അവർക്ക് സുഖമായി ഈ ലോകത്ത് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ അവതാരങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുള്ളത്. ആ സാക്ഷാൽ ഭഗവാൻ നമ്മളെ എല്ലാ സമയത്തും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഭഗവാന്റെ രണ്ട് സ്വരൂപങ്ങളെ ഇവിടെ വർണ്ണിച്ചു. ഒന്ന് മൂർത്തി ഭാവം, മറ്റൊന്ന് ശബ്ദ ബ്രഹ്മസ്വരൂപം. ആ ശബ്ദ ബ്രഹ്മസ്വരൂപമാണ് ഈ ശ്രീമദ് ഭാഗവത പുരാണം. ആ പുരാണത്തിനെ ഉപാസിക്കുകയാണ് വേണ്ടത് എന്ന് ഭാഗവതത്തിൽ ആദ്യം തന്നെ ഭഗവാൻ നമ്മളോട് പറഞ്ഞു തരുന്നു.